ഗൈസ്, മിക്കപ്പോഴും നമ്മൾ കുളത്തിന്റെ പടവിലൊക്കെ ഈ രീതിയിൽ ഇരുന്ന് ചൂണ്ടയിടാറുണ്ട്. സത്യത്തിൽ പാറയിട്ട് കെട്ടിയ ഇതുപോലുള്ള സ്ഥലങ്ങളാണെങ്കിൽ നമ്മൾ നല്ല രീതിക്ക് സൂക്ഷിക്കേണ്ടതുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ നമ്മുടെ കുട്ടി ചൂണ്ടക്കാരിരിക്കുന്നതിന്റെ സൈഡിലായിട്ട് ഒരു സാധനം കാണാൻ കഴിയുന്നുണ്ട്. കല്ലുകൾ ഇളകിയിരിക്കുന്ന ഈ ഒരു സൈഡിൽ ഒരു പാമ്പ് പടം പൊഴിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ഏറെ നാൾ പഴക്കമില്ലാത്ത പടമാണെങ്കിൽ പാമ്പ് ലൊക്കാലിറ്റിയിൽ തന്നെ എവിടെയെങ്കിലും കാണാനായി സാധ്യതയുണ്ട്. നമ്മുടെ ചൂണ്ടക്കാരന്മാരാണെങ്കിൽ ഇതൊന്നും വകവയ്ക്കാതെ മീനുകളെ പിടിച്ചുകൂട്ടുന്ന ധൃതിയിലാണ്. എന്തായാലും കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ഇവിടെ പൊളിഞ്ഞിരുന്ന സിമന്റ് ബാളി മാറ്റി നോക്കാൻ തീരുമാനിച്ചു. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്തെന്നാൽ ഇവിടെ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുന്ന വിഷ്ണു ബ്രോയ്ക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ആശാനാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വന്നത് ഒരു പടുകൂറ്റം നിലവിളക്കം പിടിച്ചോണ്ടാണ് കേട്ടോ. ഇനി പറയാൻ പോകുന്നത് നമ്മുടെ വിഷ്ണു ബ്രോയുടെ ക്രിയേറ്റിവിറ്റിയെ പറ്റിയാണ്. ആശാന്റെ കല മൊത്തവും നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞു കളയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കൊണ്ടാണ്. നമ്മൾ പല ടൈപ്പ് ആർട്ട് വർക്ക്സ് കണ്ടിട്ടുണ്ടെങ്കിലും പുള്ളിക്കാരന്റെ ഈ ഒരു ശൈലിക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത് ഈ ഒരു കുഞ്ഞൻ കുറുനരിയാണ്. എന്തായാലും പുള്ളിക്കാരന്റെ കോൺടാക്ട് നമ്മൾ കമന്റ് ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. യാദൃച്ഛികമായി കണ്ടുമുട്ടിയതാണെങ്കിലും ആശാൻ ആള് പൊളിയാണ് കേട്ടോ.